ഹലോ, ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ഒന്ന് കാണാം. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയത് കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം 1/2 സ്പൂൺ അളവിൽ നമ്മുടെ മുഴുവൻ കുരുമുളകാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് കുരുമുളക് പൊടി ചേർത്താലും മതിയാകും. ഇനി ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കളർ ഒരല്പം മാറിയതാ ഒരു ബ്രൗൺ കളറിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണക്കം മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഈ ഒരു ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവിലെടുത്തിട്ടുള്ളത്. സാധാരണ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാലും മതിയാകും. തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ ഒരു 50 ഗ്രാമിലധികം വരുന്ന കടല അത് ഒരു ഉരുളക്കിഴങ്ങ് കൂടി കൂട്ടിയിട്ട് ഒന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അതിൽ നിന്ന് ഒരു അരത്തവി ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് ആയാലും കുഴപ്പമില്ല, കൂടുതലാവാതെ സൂക്ഷിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വറവുണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ കടല വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കടല വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ അരപ്പ് കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിനി ഗ്രേവിക്ക് എത്രയാണ് വെള്ളം ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ ഈ ഒരളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതുകൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് എരിവും കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചതോ ചേർക്കാവുന്നതാണ്. ഒരല്പം മല്ലിയിലയോ കറിവേപ്പിലയോ കൂടി ചേർത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.